ധൈര്യം ഉണ്ടെങ്കില് ധൈര്യം ഉണ്ടെങ്കില് എൻ്റെ സമസ്ത ഒന്ന് പറയട്ടടാ, നാളെ ലീഗിന്റെ സഹായം വേണ്ടാന്ന്. അങ്ങനത്തെ ആൺകുട്ടികൾക്കാണ് മൂക്കിന്റെ ചോട്ടിൽ മീസും താടിയും മുളച്ചത്. ആൺകുട്ടികളാണ് പറയടാ നാളെ ലീഗിന്റെ സഹായം വേണ്ടാന്ന്. ഇജിപ്പം അങ്ങനെ പറഞ്ഞല്ലോ, സമസ്തക്കാരെ സഹായം ലീഗിന് വേണ്ടാന്ന് പറഞ്ഞു എന്നാ എന്നോടും ചോദിക്കട്ടെ. എൻ്റെ പാർട്ടിക്കാണ്ടല്ലോ ഷജറ എന്ന വർഗം, ഓലൊന്ന് പറയട്ടടാ നാളെ മുതൽ ലീഗിന്റെ സഹായം വേണ്ടാന്ന്. മൂക്കിന്റെ കീപ്പട്ട് മുളിച്ചത് ആൺകുട്ടിയൊക്കെ മുളിച്ച മീസാണെങ്കിൽ പറയടാ. അത് പറയാൻ ഇജ്ജ് ആരാണ്? ഇജ്ജ് സമസ്തക്കാരനാണോ? ഇജ്ജ് എന്ത് ചെയ്യണം? ഇജ്ജ് ഏതോ ഒരു ആദർശത ആദ്യം ഉറച്ചു നിൽക്കുക. എന്നെപ്പോലത്തെ കുറച്ച് വഹാബികൾ ഇതിൻ്റെ അടി കളിക്കുന്നുണ്ട്. നിങ്ങളെ ആവശ്യം പാണക്കാട് തങ്ങമ്മയുടെ സമസ്തയിൽ നിന്ന് പോവലും ലീഗിനെ സ്നേഹിക്കേണ്ട കുറെ നല്ല ആളുകൾ സമസ്തനെ വെറുക്കലുമാണ്. എൻ്റെ ലക്ഷ്യം അതല്ലാതെ വേറെ ഒന്നുമില്ല. നീ തനി വഹാബിയാണെന്ന്. ഈ സമസ്തന്റെ പേറവകാശം ഏറ്റെടുക്കാൻ അന്നാരെ എങ്ങനെ ഏൽപ്പിച്ചത്? അന്നാരെ ഏൽപ്പിച്ച ഷജറ എന്ന വർഗത്തിന് ആരാ ഏൽപ്പിച്ചത്? സമസ്തയിലെ പൗതി പണ്ഡിതന്മാരെ അംഗീകരിക്കാതെ ഇജ്ജ് അങ്ങനെ സമസ്ത എന്ന് പറഞ്ഞ നടക്കരുത്. ഇജ്ജ് ഏത് ലേബിളിലെ സമസ്താറിന് എൻ്റെ തൊള്ളോട് ഇങ്ങനെ കക്കൂസായി എൻ്റെ തൊള്ളോട് ഇങ്ങനെ വർത്താനം പറഞ്ഞു ഞാൻ സമസ്താറിന് അതാ സമസ്താറിന് അന്ന ആരതിനെ ഏൽപ്പിച്ചത്? ഓരോ ദിവസം ഓരോ നിറം മാറിന് അത് ഇംഗ്ലീഷ് കൂടി കുടിച്ചിട്ട് ദിവസം 3 നേരം നിറം മാറിന അന്ന ആരതിനെ ഏൽപ്പിച്ചത്? ലീഗിന്റെ കാര്യം പറ, അന്ന ആരെ ഏൽപ്പിച്ചോ? അത് പറഞ്ഞിട്ടിക്ക, ബാക്കി ഞാൻ പറഞ്ഞുതരാം. ലീഗിന്റെ സഹായമല്ല, സമസ്തക്കാർ മാത്രം സഹായിച്ചാൽ മതി. സമസ്തക്കാരായ ലീഗുകാരുണ്ട്, ഓല് സഹായിക്കട്ടെ. സമസ്തക്കാരായ കോൺഗ്രസ്സുകാരുടെ ഓല് സഹായിക്കട്ടെ. ലീഗുകാർ സഹായിക്കണം എന്നില്ല. സമസ്തനെ സ്നേഹിക്കുന്ന സമസ്തക്കാർ മാത്രം സഹായിച്ചാൽ മതി. ആ സഹായം കിട്ടിയിട്ടുള്ളൂ. ലീഗിന്റെ സഹായം മാണ്ടൊട്ടിയ സമസ്തക്കാരായ ലീഗുകാരൻ്റെ ഓല് മാത്രം സഹായിച്ചാൽ മതി. അന്നപ്പോലത്തുള്ള സഹായം സമസ്തക്ക് വേണ്ടാന്ന്. സമസ്തന് ഇത്രയും കാലം സമസ്തക്കാരല്ലാത്ത ഒരു ലീഗുകാരനും സഹായിച്ചിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ പറയും. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിന്റെ അടിമയല്ല. ലീഗ് സമസ്തന് ലീഗിന്റെ ഒന്നും ഞാൻ പറയൂല. സമസ്തക്കാർ ലീഗിൽ കുറെ ഉണ്ടാവും, അത് വേറെ വിഷയം, അത് അവരവരുടെ ഇഷ്ടമാണ്. അതേ സ്ഥാനത്ത് ലീഗ് ഇല്ലെങ്കിൽ സമസ്ത ഇല്ല എന്നുള്ള സംഗതി എനിക്ക് അങ്ങനെ വിശ്വാസമില്ല. സമസ്ത ഇല്ലെങ്കിൽ നമ്മളില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് 100%. സമസ്ത, ബഹുമാനപ്പെട്ട സമസ്ത അള്ളാഹുവിന്റെ ദീനാണ്, ദീനിന് നേരായ രൂപമാണ്. ആ സംഭവം ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഉണ്ടാവില്ല. 100% ഉറപ്പാ, 100% ഉറപ്പാ. എൻ്റെ വഹാബി പറഞ്ഞൊന്നുമല്ല ദീൻ എന്ന് പറയുന്നുണ്ട്. സമസ്തക്ക് ആരും കാവലിന്റെ ആവശ്യമില്ല. അതിന് സമസ്തക്കാർ മാത്രം മതി. സമസ്തനെ അനുസരിക്കുന്ന ലീഗുകാരുണ്ടാവും, ഒരു സമസ്തനെ കൂടെ ഉണ്ടാവും. സമസ്തനെ കൂടെ നിൽക്കുന്ന ലീഗുകാർ അല്ലാത്ത ആൾക്കാരുണ്ടാവും, ഒരു സമസ്തനെ കൂടെ ഉണ്ടാവും. അന്നെ പോലെ രണ്ടും കിട്ടും നിൽക്കൂലാന്ന് ജയിലുള്ളത് ശരിക്ക് അതൊന്നും ആദ്യം പറയുന്നേ. ആദ്യം പറയും, ഇജ് വഹാബിയാണോ, ഇജ് സുന്നിയാണോ, ഇജ് തെബിലീഗാണോ, ഇജ് എ പി ആണോ, ഇജ് ഏതാണ്? ഒരു ആദർശം നമുക്ക് വേണമല്ലോ എപ്പോഴും. ഒരു വഹാബി ആദർശമുള്ള സുന്നി വിശ്വാസങ്ങളോട് പുച്ഛമുള്ള അനക്ക് സമസ്ത ലീഗ് വിഷയത്തിൽ ഇടപെടാനുള്ള എന്ത് യോഗ്യത എനിക്ക് ഉള്ളത്? സമസ്ത CAC വിഷയത്തിൽ സംസാരിക്കുക ആരാണ്? സമസ്ത പാണക്കാട് വിഷയത്തിൽ സംസാരിക്കാൻ അന്ന ആര് ഏൽപ്പിച്ചു? അല്ലെങ്കിൽ സമസ്തക്കാരനാവേ ഞാൻ ഇന്ന ആദർശം ഞാൻ ഉൾക്കൊള്ളും എന്ന് പറയേ അല്ലെ? ഞാൻ നേരത്തെ ഇവിടെ ജിഫി തങ്ങളെ പ്രസംഗം വിട്ടു, എനിക്കത് പുച്ഛാണ്. പിന്നെ ഇജ്ജ് എന്ത് സുന്നിയാണ്, എന്ത് സമസ്തക്കാരനാണ്? സമസ്തക്കാരനാവണ്ടേ? സമസ്തയോളം ഇല്ല ഒന്നും എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാവുമ്പോൾ സമസ്തക്കാരനാവണമെന്നേ അവിടെ സംസാരിക്കുമ്പോൾ. അന്നെപ്പോലത്തെ ഒരു ആദർശം ഇല്ലാത്ത ആൾക്കാർക്ക് എന്തും തോന്നും, നിങ്ങൾക്ക് എന്തും പറയുകയും ചെയ്യാം. നമ്മൾ ഒരു കാലത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് അതിലൊരു നിലപാട് വേണ്ട നാസർക്ക. സമസ്തയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നീ സമസ്തക്കാരനാണെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ AP കാരൻ പോലും അല്ല, സുന്നി പോലും അല്ല. പിന്നെ എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ് കാര്യം? നമ്മളെ ഗ്രൂപ്പിൽ വന്നിട്ട് ഒരു അമുസ്ലിമായ ഒരാൾ സംസാരിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതിന് വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കണം. നിങ്ങളുമായി വഹാബിസമായി ബന്ധപ്പെട്ട് നമുക്ക് വേണമെങ്കിൽ സംസാരിക്കാം. നിങ്ങളുണ്ടോ? ഞാൻ 40 അംഗ മുഷാവറ ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കുന്ന സമസ്തക്കാരൻ. സമസ്ത CAC വിഷയത്തിൽ സമസ്ത നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൂടെ നിൽക്കുന്ന സമസ്തക്കാരൻ. എനിക്ക് നിലപാടുണ്ടോ? ജിഫി തങ്ങൾ പറയുന്ന ഓരോ വിഷയങ്ങളും ഈ പ്രസ്ഥാനത്ത് ഇന്നും നയിക്കേണ്ട അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അത് പൂർണ്ണമായി വിശ്വസിക്കുന്ന സമസ്തക്കാരൻ. എനിക്ക് വിശ്വാസം ഉണ്ടോ? സുന്നി മുജാഹിദ് വിഷയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ എന്നോട് സംസാരിക്കും. അതേ സ്ഥാനത്ത് സമസ്തക്കാരനല്ലാത്ത എന്നോട് എന്തിന് ഞാൻ ഉമർ ഫൈസിന്റെ കാര്യം സംസാരിക്കണം? എന്താണ് കാര്യം? ഇത് ഞാൻ അതിന്റെ അപ്പുറം വേറെ പറയും. ഞാനും വേറെ മറുപടി പറഞ്ഞു കൂട്ടിക്കോ. അപ്പുറം വേറെ ഇജ്ജ് വിശ്വസിക്കൂലാന്ന്. ഇജ്ജ് അതിനു വേണ്ടി വന്ന ആളല്ല. വിശ്വാസമില്ലാത്ത ആള് ഇബിലീസിനെ പോലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ ഇരിക്കും. ചേകന്നൂർ നന്നായോ? എന്താ കാരണം? കുരുത്തക്കേടാണ്, നന്നാവൂല. അതെ, എനിക്ക് വിശ്വാസമുണ്ട്. പാണക്കാട് തങ്ങന്മാരെ അംഗീകരിക്കണ സുന്നിയാണ് ഞാൻ. പാണക്കാട് തങ്ങന്മാരെ അംഗീകരിക്കണ സമസ്തക്കാരനാണ് ഞാൻ. പാണക്കാട് തങ്ങന്മാർ എങ്ങനെയാണ് അംഗീകരിക്കേണ്ടത്? എല്ലാ വിശ്വാസങ്ങളും അംഗീകരിക്കുന്നുണ്ടോ? പാണക്കാട് തങ്ങന്മാരെ എല്ലാ ആദർശത്തിലും ആശയത്തിലും എനിക്ക് വിശ്വാസം ഉണ്ടോ? മക്ബറ സിയാറത്ത് അടക്കം, മഹാന്മാരുടെ തേടേണ്ട വിഷയത്തില്, നൂല് മന്ത്രിക്കേണ്ട വിഷയത്തില്, കടലിലേക്ക് പഴം എറിയുന്ന വിഷയത്തില് എനിക്ക് വിശ്വാസം ഉണ്ടോ? എന്നാ പറയും. പാണക്കാട് തങ്ങന്മാർ അംഗീകരിക്കേണ്ട ആള് എന്ന് പറയുമ്പോൾ ഓല എല്ലാം കൊണ്ടും അംഗീകരിക്കണം. സമസ്തനെ അനുസരിക്കേണ്ട ആള് എന്ന് പറയുമ്പോൾ സമസ്തനെ എല്ലാം കൊണ്ടും അനുസരിക്കണം. അതാണ് ന്യായം വെക്കല്ല.
കള്ള വഹാബികള് പാണക്കാട് തങ്ങന്മാരെ അനുസരിക്കുന്നത് രാഷ്ട്രീയപരമായിട്ട് മാത്രമാണ്. പിണറായി വിജയനെ CPM കാണേണ്ട പോലെ ഉമ്മൻചാണ്ടിനും ബാക്കിയുള്ള ഇവരെ ഈ കോൺഗ്രസ് നേതാക്കന്മാരെ അവരെ അണികൾ കാണേണ്ട പോലെ അല്ല. നിങ്ങൾക്ക് അവർ രാഷ്ട്രീയ നേതാവാണ്, അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ഒന്നുമില്ല, ഒരു വിശ്വാസമില്ല. അള്ളാഹുൽ പോലും അടിയുറച്ച വിശ്വാസം ഉണ്ടോ സംശയമാണ് കള്ള വഹാബികൾക്ക്. സമസ്ത മുഷാവറ പറഞ്ഞ ഏത് തീരുമാനം ഞാൻ പൂർണ്ണമായിട്ട് അനുസരിക്കും. ഒരു വ്യക്തിനല്ല, സമസ്ത മുഷാവറത്തെ തീരുമാനം എന്താണോ അത് ഞാൻ അനുസരിക്കും പൂർണ്ണമായിട്ടും. കടലിലേക്ക് പയമെറിയുന്ന സംഭവം ഉണ്ട് പാണക്കാട് തങ്ങന്മാർ, എനിക്കതിന് വിശ്വാസം ഉണ്ടാ? സമസ്ത പറഞ്ഞ ഓരോരോ തീരുമാനങ്ങൾ പാണക്കാട് തങ്ങന്മാർ നടപ്പിലാക്കുമ്പോഴേ അതിന് കൊഞ്ഞനം കുത്തുന്ന വർഗ്ഗമാണ് ഈ ഷജറ എന്ന വർഗം. ഹക്കീം ഫൈസിയെ മാറ്റണം എന്ന് പറഞ്ഞപ്പം മാറ്റി പാണക്കാട് തങ്ങൾ മാറ്റി. അന്ന് അന്തിക്ക് വന്നാണ്ട് ചാനൽ വന്നുകൊണ്ട് ഈ ഷജറ മൗലിയാർ പറഞ്ഞിട്ടറിയോ, മൂർഖനെയാട്ടും വലിയ കരിമൂർഖനെയാണ് നിർത്തിയത്. ധിക്കാരല്ലത്. സമസ്ത പറഞ്ഞതാണ് തങ്ങളെ അയാളെ മാറ്റിക്കാടി, ഇന്ന് അവിടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ആയിക്കോട്ടെ, അങ്ങനത്തെ അത് ഹക്കീം ഫൈസിയാണോ പ്രശ്നം എങ്കിൽ നമ്മൾ മാറ്റി തരാം. മാറ്റി അന്ന് അന്തിക്ക് ഈ ഷജറ മൗലിയാർ വന്നാണ് അയാളെ പറഞ്ഞത്. പിന്നെ നിങ്ങളെ സമുദായം നന്നാക്കാൻ നടക്കണത് നിങ്ങളാ സുന്നത്ത് ജമാഅത്തുകാർ. ഇങ്ങനെ തന്നെ നിങ്ങളാ സുന്നത്ത് ജമാഅത്ത് നടക്കേണ്ടങ്ങൾ. നിങ്ങൾ കുത്തിത്തിരിപ്പും ഫസാദും ഫിത്തനയും ദുൽമും എങ്ങനെ സമുദായത്തിൽ ഉണ്ടാക്കാൻ കഴിയുമോ അത് ഉണ്ടാക്കാൻ നടക്കുന്ന ടീമാണ്. അതിൻ്റെ ഒന്നാമത്തെ ആൾക്കാരങ്ങൾ. ഇഞ്ചി പാണക്കാട് തങ്ങന്മാരെ പൂർണ്ണമായിട്ട് അനുസരിക്കേണ്ട ആളല്ല. എന്നോട് ഞാൻ ചോദിച്ചെന്ത്, പാണക്കാട് തങ്ങന്മാരെ മക്ബറ പിന്നെ അംഗീകരിക്കുമോ? ഓരോ 100 മന്ത്രിക്ക് എനിക്ക് വിശ്വാസം ഉണ്ടോ? ഒരു കടലിലേക്ക് പയമെറിയുന്ന വിശ്വാസം എനിക്കുണ്ടോ? അല്ലേ, ഇജ്ജ് പാണക്കാട് തങ്ങളെ ആളല്ലേ, ഇജ്ജ് പറയ്, എൻ്റെ സ്നേഹം കാണട്ടെ. ഇജ്ജ് ലീഗുകാരനാ? അത് മനസ്സിലായില്ല, സോറി കേട്ടോ. ഇജ്ജ് ലീഗുകാരനാന്ന് മനസ്സിലായില്ല. ഇങ്ങനെ കുറേ ഈനാം പേച്ചിലുണ്ട് ഇപ്പം ലീഗാന്ന് പറഞ്ഞ് നടക്കണേ. കാരണം മുഹൂർത്താക്കൂടെ ഷജറള മുഹൂർത്താക്കൂടെ ആണ് കിട്ടിയപ്പോഴേ ഞാനും ലീഗാ, ഞാൻ വോട്ട് ചെയ്ത് ലീഗിനാ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറേ ഷജറ മരക്കുറ്റികളുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാ ജി? ഞാൻ ലീഗാണോല്ലോ? ഏത് ലീഗ് ചങ്ങായി? പാണക്കാട് നിങ്ങൾ പറഞ്ഞ അംഗീകരിക്കാത്ത ഏത് ലീഗുകാരനാ ജി? സത്യത്തിൽ ആരാണ് ഈ മൂര്യാൾ? ആരാണ്? ലീഗേരാണോ അല്ലെങ്കിൽ വഹാബികളാണോ? ഈ മൂരി പറഞ്ഞ ആരാണ്? അല്ലെങ്കിൽ ഈ സമസ്തയിലെ EK വിഭാഗമാണോ? അതിന്റെ ചരിത്രങ്ങളൊന്ന് പറഞ്ഞുതരുമോ? ഒരു ലീഗേരനാണ് നിങ്ങൾ പറയണ്ടേ വോയിസില്, എന്നിട്ട് മൂരി എന്നും പറയുന്നുണ്ട്. സത്യത്തിൽ ആരാ മൂരി? നമ്മൾ എൻ്റെ മാതിരിയുള്ള ലീഗുകാരനല്ല, ഉറച്ച ലീഗുകാരനാണ്, ഉറച്ച സമസ്തക്കാരനാണ്. പിന്നെ ഈ പണ്ഡിതന്മാരെ തെറി വിളിച്ചുകൊണ്ട് നടക്കുന്ന കുറേ കൗമുണ്ടല്ല, അവരെ ലീഗുകാരെന്ന് പറയാൻ പറ്റില്ല. എന്നൊക്കെ ആ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുള്ളൂ. ഈ ലീഗുകാരെന്ന് ഇങ്ങനെ പറഞ്ഞെടുക്കാമല്ലോ, ഈ ലീഗുകാരനല്ല. എന്നാൽ ലീഗിലെ കൂട്ടാനും പറ്റൂല. അമ്മായിരുത്തതാണ് ഈ പണ്ഡിതന്മാരെ പറ്റി പറയുന്നത്. വ്യക്തിജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് വേണം, അതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താ പറയുക, നമ്മൾ അങ്ങനെ പ്രയാസപ്പെട്ടാൽ നമുക്ക് ദീനിനെ തിരിയുള്ളൂ. ഓരോ പ്രവാചകന്മാരും ഓരോ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും ഒക്കെ ഒരുപാട് പ്രയാസം അനുഭവിച്ച ആൾക്കാരായിരിക്കും. ആരും നോക്കേണ്ടി, ഇബ്രാഹിം നബി ആവട്ടെ, അയ്യൂബ് നബി ആവട്ടെ, ഓരോ പ്രവാചകന്മാരും അള്ളാഹ് നല്ലോണം പരീക്ഷിക്കും അവരെ. അപ്പം അങ്ങനെ ആ ഒരു പരീക്ഷ നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നെങ്കിൽ മക്കളില്ലാത്തൊരവസ്ഥ, അല്ലെങ്കിൽ രോഗം കൊണ്ട്, സാമ്പത്തികമായിട്ട് നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് തോന്നുമ്പോൾ നമ്മൾ എന്താന്ന് പറയുമോ, നമ്മൾ പിന്നെ സ്വലാത്തിലേക്ക് ദിക്റിലേക്കാണ് നമ്മൾ കയറും. അള്ളാഹു നമ്മളെ അള്ളാഹുലേക്ക് വലിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ മഹാന്മാരെ സിയാറത്ത് ചെയ്യും. നമ്മളെ ഉസ്താദന്മാരോട് ചെന്ന് കാര്യങ്ങൾ പറയുക. ആ ഒരു സമയത്ത് നമുക്ക് അവരോട് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണല്ലോ, അല്ലേ? അങ്ങനെ നമ്മൾ ബന്ധപ്പെട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു പക്ഷേ പ്രത്യേകിച്ച് നമ്മളെ ഇന്ത്യൻ്റെ സുൽത്താൻ ആരാണ്? അജ്മീർ ഖാജാണ്. ഖാജിൻ്റെ അടുത്തൊക്കെ ആണ് ചെല്ലും നമ്മൾ. ഓരോ ആളുകളും ഒരു അള്ളാഹു നമ്മളെ ഉദ്ദേശിച്ചാൽ ഒരു നാട്ടിലുള്ള മഹാനടുത്ത് നമ്മൾ ചെന്നിരിക്കും. അപ്പോൾ നമുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് മഹാനായ ശംസുലം അടക്കമുള്ള മഹാന്മാർ, ഒരു സമസ്തക്കാരനാണെങ്കിൽ പറയാട്ടോ, അവരുടെ പേരിലൊക്കെ എന്നും ഫാത്തിഹ പതിവാക്കി മുത്തുനബിൻ്റെ പേര് സ്വലാത്ത് ചൊല്ലി ഇങ്ങനെ പോകണമെങ്കിൽ, ഞാൻ അത് പറയാൻ കാരണം നമ്മളെ ഗ്രൂപ്പ് ഒരുപാട് ആളുകൾ സമസ്തനെ പരിഹസിക്കുന്ന, കളിയാക്കുന്ന, അവർക്കൊന്നും അത് ഉണ്ടാവില്ല. നല്ല സുഖത്തിൽ ജീവിച്ച ഒരാൾക്കും ഇന്നത്തെ കാലത്ത് സമസ്ത എന്താണെന്നും ദീനി എന്താണെന്നും തിരിയൂല. നമുക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ ദീനിലുണ്ടാവും, നമുക്ക് അറിയൂല. പക്ഷെ അത് നമുക്കത് അനുഭവ ബോധ്യമായിരിക്കും. എന്നാൽ പറഞ്ഞാലും വിശ്വസിക്കുമോ? അതുമില്ല. പറഞ്ഞാൽ അതെന്താവും, അത് പരിഹസിക്കപ്പെടും. വലിയ സത്യമാണ് ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റാത്ത വലിയ വലിയ സത്യങ്ങൾ ബഹുമാനപ്പെട്ട സമസ്തയിലുണ്ട്. അത് 100% ഉറപ്പാണ്. അപ്പം എന്താ പറയുക, നമ്മൾ പ്രയാസങ്ങൾ വരുമ്പോൾ ശരിക്കും സന്തോഷിക്കാണ് വേണ്ടത്. നമുക്ക് എന്താ പ്രയാസം അൽഹംദുലില്ലാഹ് എന്ന് പറയും. കാരണം എന്താ,
അള്ളാഹു നമ്മളെ അങ്ങോട്ട് അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ തീരുമാനിച്ചു എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഒരു പ്രയാസം നമുക്ക് റബ്ബ് തന്നില്ലാന്ന് കൂട്ടുക, അപ്പൊ എന്താ ചെയ്യാറോ? നമുക്ക് ഇവരൊക്കെ ഇങ്ങനെ പറയണ്ടല്ലോ, നമ്മൾ ഒന്ന് ശ്രമിച്ചു നോക്കുക എന്ന് കരുതിക്കൊണ്ടെങ്കിലും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മഹാന്മാരെ പേരിൽ ഫാത്തിഹ ഓതുക, നമ്മൾ അടുത്ത മഹാന്മാരെ പോയി സിയാറത്ത് ചെയ്യുക. 100% കിട്ടും. സ്വലാത്തിന്റെ പവർ എന്താന്ന് വെച്ചാൽ ഏത് ഉണക്കമരത്തെ അത് പച്ചപ്പയിലേക്ക് കൊണ്ടുപോകുന്നുള്ളതാണ്. അല്ലെ, നമ്മൾക്കൊരു മരങ്ങളായിട്ട് തന്നെ കൂട്ടിക്കോളി, ഷജറായിട്ട് തന്നെ കൂട്ടിക്കോളി. ഈ ഉണക്ക ഷജറകൾ ഉണ്ടാവും, ഉണങ്ങിയതുണ്ടാവും, തീരെ വളരാത്തൊക്കെ ഉണ്ടാവും, പല കോലത്തിലായിരിക്കും. സ്വലാത്ത് ഇങ്ങനെ ചെല്ലി നമ്മൾ ആത്മാർത്ഥമാറ്റി ഇറങ്ങിയാൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ആർക്കും അല്ലെ ഈ ശ്വാസം നമുക്ക് ശ്വാസമുള്ള കാലത്തോളം നമുക്ക് അള്ളാഹുലേക്ക് അടുക്കാനുള്ള സമയമുണ്ട്. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച സമയം ഉണ്ട്. അത് നിലച്ചാലല്ലേ നമുക്ക് പിന്നെ പേടിക്കാനുള്ളൂ. അതുവരെ സമയമാണ്. ഇതൊക്കെ നമ്മളെ വിലപ്പെട്ട സമയമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ചർച്ചകളൊക്കെ ചെയ്യുമ്പോൾ ഒരു സമസ്തക്കാരനാകാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതൊക്കെ പറയുന്നത് വിശ്വസിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി തിരിച്ചാൽ പടച്ച റബ്ബിന്റെ വഴി നമ്മൾ കണ്ടിരിക്കുക, 100% ഉറപ്പാ. നമ്മൾ പലതും ചർച്ച ചെയ്യും, പക്ഷെ നമുക്ക് എന്തൊക്കെ പലർക്കും ഈ ചർച്ചയൊക്കെ വെറും പരിഹാസം മാത്രമാണ്. നമ്മൾ ജീവിതം ഇതല്ലല്ലോ, നമുക്ക് ജീവിതം വരാണ്ട് എന്നുള്ള ബോധ്യം ഒരു മനസ്സിൽ നമ്മൾ ഉണ്ടായതിനു ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ പണിക്ക് ഇറങ്ങും ചെയ്യാം.